നമ്മൾ നാളായി പൊളിറ്റിക്കൽ സയൻസിലേക്ക് കയറിയിട്ടും അതേപോലെ തന്നെ വല്ലതും പഠിച്ചിട്ടും ഒക്കെ. അപ്പൊ നമുക്കിത് പൊളിറ്റിക്കൽ സയൻസിൽ നോക്കാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലെസൺ 18 ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ ഇലക്ട്രോറൽ സിസ്റ്റം ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരായിരിക്കും? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും. ഈ കമ്മീഷനകത്ത് ആരൊക്കെ കാണും? മുഖ്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണും. പിന്നെ കുറെ ഒഫീഷ്യൽസ് ഓഫീസേഴ്സ് കാണും. ഇവരൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷന് 6 വർഷമായിരിക്കും ഉള്ളത്. ഓക്കെ, ഈ ഇലക്ഷൻ കമ്മീഷനിലുള്ള ആളുകൾ ഉദ്യോഗസ്ഥരുടെ വയസ്സെന്ന് വെച്ചാൽ 65 വയസ്സായിരിക്കും മിനിമം ആയിട്ട്. അതായത് 65 വയസ്സിൽ കൂടുതൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ഇലക്ഷൻ കമ്മീഷനകത്ത് ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ അടുത്ത് ഇതിൽ നിന്നും ആളുകളെ റിമൂവ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് വന്ന് ഇലക്ഷൻ കമ്മീഷനെ അല്ല ആ ഒരു ആളെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷനാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു നിയോജന മണ്ഡലത്തിന്റെ അതിർത്തികൾ നിർണ്ണയിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. വോട്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. പൊതുവായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നതും അതേപോലെ തന്നെ ഇടക്കാല തിരഞ്ഞെടുപ്പും പൊതു തെരഞ്ഞെടുപ്പും ഒക്കെ നടത്തുന്നത് ആരായിരിക്കും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുക, അതേപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ട ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുക്കുക. ഇപ്പൊ ഏതെങ്കിലും ചിഹ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ നേരെ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്താണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആര് നിർവഹിക്കുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, നിയോജന മണ്ഡലങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അതിന്റെ അതിർത്തി നിർണ്ണയിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ വോട്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക, പൊതുവായിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക, ഇടക്കാല തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക, രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് അംഗീകരിക്കുക, അവർക്ക് ചിഹ്നം അനുവദിച്ചു കൊടുക്കുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ അടുത്ത് ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഓഫീസേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? 3 തരത്തിലുള്ള ഓഫീസേഴ്സ് ആണ് ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ളത്. ഒന്ന്, റിട്ടേണിംഗ് ഓഫീസേഴ്സ്, പ്രൊസീഡിംഗ് ഓഫീസേഴ്സ്, പോളിംഗ് ഓഫീസേഴ്സ്. അപ്പം ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഓഫീസേഴ്സ്മാരുടെ ആരൊക്കെയാണ്? റിട്ടേണിംഗ് ഓഫീസേഴ്സ്, പ്രൊസീഡിംഗ് ഓഫീസേഴ്സ്, പോളിംഗ് ഓഫീസേഴ്സ്. അങ്ങനെ 3 തരത്തിലുള്ള ഓഫീസേഴ്സ് ആണ് നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ കാണപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ഇലക്ഷന്റെ നടപടികൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം എന്ത് ചെയ്യും? ഇലക്ഷൻ വിജ്ഞാപനം നടത്തും. അതായത് നാളെ നമ്മൾ ഇലക്ഷൻ അല്ലെങ്കിൽ ഇന്ന ദിവസം ഇലക്ഷൻ ആണ് എന്ന് പറയും. രണ്ടാമത് എന്താണ്? നോമിനേഷൻ കൊടുക്കൽ. അതായത് ഇപ്പം ഇലക്ഷൻ ആണെന്ന് അറിയുമ്പോൾ എന്താണ്, കുറെ ആളുകൾ മത്സരിക്കാൻ വേണ്ടി നിൽക്കത്തില്ലേ, അപ്പം ഇവരെല്ലാം നോമിനേഷനുമായിട്ട് പോകും. നോമിനേഷനുമായി പോയി നോമിനേഷൻ കൊടുത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവിടെ സമർപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പത്രിക സമർപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് ആ പത്രിക ആര് പരിശോധിക്കും? നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചിട്ട് പരിശോധിക്കുന്ന ആ കുറച്ച് സമയമുണ്ട്. അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ അതെങ്കിൽ ഈ ഇലക്ഷന് മത്സരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പത്രിക എന്ത് ചെയ്യാം? പിൻവലിക്കുകയും ചെയ്യാൻ പറ്റും. അതിനൊരു ഡേറ്റ് ഉണ്ട്, അതിനുള്ളിൽ പിൻവലിക്കുകയും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ഷൻ പ്രചാരണം നടത്തും. അത് കഴിഞ്ഞ് എന്താണ്? പെരുമാറ്റച്ചട്ടം, അതായത് ഇലക്ഷനിൽ ഇങ്ങനെ ഇന്ന രീതിയിൽ പെരുമാറ്റം നടത്തണം എന്നുള്ള കാര്യങ്ങൾ ആരായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ഇലക്ഷനിലെ കമ്മീഷൻ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അടുത്ത എന്താണ്? സ്ഥാനാർത്ഥികളുടെ ചിലവ്. നിങ്ങൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പൈസ പൊട്ടിച്ചു എന്നുള്ള ചിലവും ആരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താ? നോർമലി വോട്ടെടുപ്പാണ്, അത് കഴിഞ്ഞ് വോട്ടെണ്ണലാണ്, പിന്നെ ഫലപ്രഖ്യാപനം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇലക്ഷൻ കമ്മീഷന്റെ നടപടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇലക്ഷനിലെ വോട്ടിംഗ് മെഷീനെ പറ്റി നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 2004 തൊട്ടാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നത്. അതുവരെ എന്താണ്? ഈ എഴുതിയിടക്കുമായിരുന്നു പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ 2004 തൊട്ട് എന്ത് വന്നു? ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു. ഇതെന്ന് വെച്ചാൽ ഇലക്ഷന്റെ ആ ഒരു നടപടികളൊക്കെ എന്താണ് കുറച്ചും കൂടി നല്ല സുഖപ്രദമാക്കാനായിട്ട് എന്ത് ചെയ്തു? ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മളെ സഹായിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് ഇലക്ഷൻ കമ്മീഷന്റെ ന്യൂനതകൾ. എന്തെല്ലാം ന്യൂനതകളാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ പണത്തിന്റെ സ്വാധീനം വരും. അതായത് പണത്തിന്റെ സ്വാധീനം നമുക്കറിയാം. എന്താണ് പണത്തിന്റെ സ്വാധീനം, എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പണത്തിന്റെ സ്വാധീനം എപ്പോഴും എന്ത് ചെയ്യും? ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ന്യൂനതയാണ്. രണ്ടാമത് രാഷ്ട്രീയ പാർട്ടികളുടെ കുറച്ച് ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും അത് വരും. പിന്നെ മതത്തിന്റെയും ജാതിയുടെയും, ചില ആളുകൾ അവരുടെ സ്വന്തം മതത്തിന്റെയും അവരുടെ സ്വന്തം ജാതിയിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് കൊടുക്കത്തുള്ളൂ? വോട്ട് കൊടുക്കത്തുള്ളൂ, വേറെ ആർക്കും കൊടുക്കത്തില്ല. പിന്നെ അടുത്ത ഗവൺമെന്റ് എന്താണ്? ആ ഗവൺമെന്റിന്റെ പദവിയുടെ ദുരുപയോഗം. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷന്റെ ന്യൂനതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് പണ്ട് വോട്ട് ചെയ്ത ആളുകൾക്ക് 21 വയസ്സായിരുന്നു. പക്ഷെ എന്താണ്? ഇപ്പൊ അത് 18 വയസ്സാക്കി മാറ്റി. പിന്നെ അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾ സബ്മിറ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വർദ്ധിപ്പിച്ചു. പിന്നെ അതേപോലെ തന്നെ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോണിക് മിഷൻ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് മിഷൻ കൊണ്ടുവന്നു. ഇതെല്ലാമാണ് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള
പ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്? ഇലക്ട്രോണിക്കൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നല്ല ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ.